അലുവ അതുൽ കൊലക്കേസിൽ പ്രധാന പ്രതി ഷാമോനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. അതുലിനെ കൊലപ്പെടുത്താൻ പണം നൽകിയതും കൊലപാതകം ആസൂത്രണം ചെയ്തതും ഷാമോൻ എന്ന് കണ്ടെത്തി. അതുൽ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഷാമോൻ ഭയപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു. ഷമീറാണ് ചേരുന്നത്. ഷമീർ, വിശദാംശങ്ങൾ. ഷാമിലി, ഈ ഷാമോൻ മുമ്പ് ഇത്തരത്തിൽ അലുവ അതിലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഇതിനുശേഷം തന്നെ കൊലപ്പെടുത്താൻ അലുവ അതിൽ ശ്രമിച്ചിരുന്നതായി ഷാമോൻ കായംകുളം പോലീസിന് നൽകിയ ഒരു പരാതിയിൽ പറയുന്നു. ഈ പരാതി അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ കീഴടങ്ങിയ ഷാമോനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞത്. അപ്പോൾ ഷാമോനാണ് ഇത്തരത്തിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് നൽകിയത്. അലുവ അതുലിനെ കൊലപ്പെടുത്താൻ വാഹനം ഏർപ്പെടുത്തി കൊടുത്തത് ഗുണ്ടാസംഘങ്ങൾ ഏർപ്പെടുത്തിയതും പണം നൽകിയതും ഒക്കെ തന്നെ ഷാമോൻ തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇതിനുശേഷം ഇയാൾ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ഡിലീറ്റ് ആക്കിയ ശേഷം ബംഗളൂരുവിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് ഇയാളുടെ പിറകെ പോലീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇയാൾ പിന്നീട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും സുപ്രധാനമായ ചില വിവരങ്ങളാണ് ഇയാളിൽ നിന്ന് കിട്ടുന്നത്. ഇയാളും കാപ്പ കേസ് പ്രതിയാണ്. ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള ഒരു പകവീട്ടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ അലുവ അതുലിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ കേസ് ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച് വരുമ്പോൾ ആ കേസിന്റെ പോക്ക് അങ്ങോട്ടേക്ക് തന്നെയാണ്. ഇത്തരം സംഘങ്ങളെ, അതായത് ഈ കൊലപാതകം നടത്താൻ എക്സ്പെർട്ടായ ആളുകളെയും യുവാക്കളെയും തിരഞ്ഞെടുക്കാൻ നേതൃത്വം വഹിച്ചതും ഷാമോനാണ്. വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയ ആളെക്കുറിച്ചുള്ള വിവരവും വാഹനം കൊടുത്ത ആളെക്കുറിച്ചുള്ള വിവരവും ഒക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം കോടതിയിൽ നൽകും. ഇതിനുശേഷം ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇയാളിലേക്ക് തന്നെ ആയിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഒളിവിലുണ്ട്, അവരെ പിടികൂടാനുണ്ട് തുടങ്ങിയ നിർണായകമായ സൂചനകൾ കൂടി അന്വേഷണ സംഘം നൽകുന്നുണ്ട്. എന്തായാലും ഒരു ക്വാറിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നതെന്നുകൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന വസ്തുതകളിൽ ഒന്നാണ്. എന്തായാലും കൂടുതൽ ആളുകൾ ഇനിയും ഇതിൽ പിടിയിലാകാനുണ്ട്. അതിന് ഷാമോനെ കസ്റ്റഡിയിൽ ആവശ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം കോടതിക്ക് മുമ്പിൽ നൽകുകയും ചെയ്യും. ഷാമിലി. ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.